നമസ്കാരം. പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. കഴിഞ്ഞ ദിവസം പട്ടാമ്പിയിലുണ്ടായ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് മാർച്ചിന് നേരെ പോലീസ് നടത്തിയ അക്രമത്തിനെതിരെയായിരുന്നു പോലീസ് സ്റ്റേഷൻ മാർച്ച്. കോൺഗ്രസ് ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് മേലെ പട്ടാമ്പി ജംഗ്ഷനിൽ വെച്ച് പോലീസ് തടഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയഘോഷ് അധ്യക്ഷനായിരുന്നു. പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ നിർമ്മിക്കാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. ഈ പ്രതിഷേധ സമരത്തിന് പോലീസ് നേരിട്ടത് ലാത്തി കൊണ്ടാണ്. യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് പോലീസ് ഈ സമരത്തിന് നേരെ ലാത്തി ചാർജ് നടത്തിയത്. കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നിരവധി പ്രവർത്തകർ പോലീസിന്റെ അടിയേറ്റ് ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു. പട്ടാമ്പി പോലീസിന്റെ ഈ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു ഇന്നത്തെ പോലീസ് സ്റ്റേഷൻ മാർച്ച്. യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ആഹ്വാനം ചെയ്ത പോലീസ് സ്റ്റേഷൻ മാർച്ച് മേലെ പട്ടാമ്പിയിൽ ബാരിക്കേഡ് കെട്ടി പോലീസ് തടഞ്ഞു. കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ജയഘോഷ് അധ്യക്ഷനായിരുന്നു. കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നിരവധി നേതാക്കൾ പ്രസംഗിച്ചു. അതുമായി വന്നതാണ് ഞങ്ങളുടെ പ്രകടനമായിരുന്നില്ല, ഞങ്ങൾ സമരമായിരുന്നില്ല. ആ സമരത്തിന് നേരെയാണ് ഞങ്ങൾ 9ഓളം സഹപ്രവർത്തകരെ ആക്രമിച്ചത്. ഒരു കാര്യം പറയാം കാക്കിയിട്ട പോലീസുകാരോട്, നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ടാകാം, ഞങ്ങളതിന് എതിരല്ല. നിങ്ങൾക്ക് കോൺഗ്രസ് ആവാം, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആവാം, നിങ്ങൾ BJP ആവാം, നിങ്ങൾ മുസ്ലിം ലീഗ് ആവാം, ഏത് രാഷ്ട്രീയം വിശ്വസിച്ചോ. പക്ഷെ ഈ യൂണിഫോം ഇട്ടിട്ട് നിങ്ങളുടെ കമ്മ്യൂണിസം, നിങ്ങളുടെ പിണറായിസം, നിങ്ങളുടെ മാർക്സിസം ഞങ്ങളെ നേരെ തിരിഞ്ഞാൽ ഇവിടെ ഒരു മുദ്രാവാക്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പോലീസുകളെല്ലാം ചെറ്റകളല്ല, എന്നാലും ചില ചെറ്റകളുണ്ട്. ആ ചെറ്റകളോട് പറഞ്ഞേക്കാം, പിന്നെ നീയൊക്കെ എവിടെയാണ് ഇരിക്കേണ്ടത് തീരുമാനിക്കുന്നത് ഞങ്ങളായിരിക്കും. ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാരൻ ശ്രീ ജയശങ്കറിന് തലപൊട്ടിച്ചു. നിങ്ങള് വെറും ട്രൗസറുള്ള പോലീസിന് പാൻഡാക്കിയ ഉമ്മൻചാണ്ടി, ആ ഒരു പാരമ്പര്യം ഞങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുന്നവരാണ്. നിങ്ങളുടെ ലാത്തി ഞങ്ങൾ തലയ്ക്ക് വരുമ്പോ ഞങ്ങൾക്കും കൈയുണ്ട്, ഞങ്ങൾക്കും ആരോഗ്യമുണ്ട്. അത് പിടിച്ച് തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് അതല്ല. പക്ഷേ ചില സമയത്ത് വേണ്ടി വരുമെങ്കിൽ അതും പ്രയോഗിക്കാൻ ഞങ്ങൾ ഉണ്ടാകുമെന്നാണ് അവരോട് നിങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് പോലീസെ, ഈ സമരം ഞാൻ ഒന്നുകൂടി പറയാ, നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ്. എന്താണെന്നറിയോ, 24 മണിക്കൂറാണ് ആ പാലത്തിന്റെ അപ്പുറത്തും 2 പോലീസുകാർ നിൽക്കുന്നത്. സങ്കടമാണ്. വെയിലുകൊണ്ട്, മഴ കൊണ്ട് അവരൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ അവർക്ക് വേണ്ടി അവർ നമ്മളോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് കൂടി വേണ്ടി നിങ്ങൾ സമരം നടത്തുമെന്ന് പറയുന്നു. ഇതൊന്നും കേൾക്കാതെ ഇനിയും ലാത്തി കൊണ്ടുവരുന്നുണ്ടാവും. ഇത് വലിയ ഫോഴ്സ് ഉണ്ട്. ഇതൊക്കെ കണ്ട് പേടിച്ച് തിരിച്ചു പോകുന്ന യൂത്ത് കോൺഗ്രസ് അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എന്ന് മാത്രം അവർ ഓർത്താൽ മതി. ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾക്ക് കൈവരി വെക്കാൻ കഴിയില്ലേ, ഞങ്ങളത് സ്ഥാപിക്കാം. അനുവാദം തരൂ, നിങ്ങളത് അനുവാദം തരൂ. ഇനി അവിടെ കിടക്കുന്ന ബാരിക്കേഡ്, ആ കൈവരി നിങ്ങൾക്ക് അത് എടുക്കുന്നതിന്റെ പ്രശ്നമാണെങ്കിൽ ഞങ്ങൾ വെക്കാൻ തയ്യാറാണ്, അതിന് ഞങ്ങൾ തയ്യാറാണ്. യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പ്രസംഗം അവസാനിച്ചതോടുകൂടി പ്രവർത്തകർ പോലീസിന് നേരെ തിരിഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമം നടത്തിയതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പിരിഞ്ഞു പോകാൻ തയ്യാറാകാത്ത പ്രവർത്തകർ വീണ്ടും പോലീസിന് നേരെ തിരിഞ്ഞു. ഒടുവിൽ
നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ അനുനയിപ്പിക്കുകയായിരുന്നു.